അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈബ്സ് വിത്ത് ഷാന. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു വ്ളോഗാണ്, കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. മോർണിംഗ് തൊട്ടുള്ളതല്ല, ഈവനിങ് തൊട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് നമ്മുടെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ പ്ലാന്റ്സിൻ്റെ വീഡിയോ മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ, സെയിലായിട്ടും മറ്റു പ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ഇടുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്താ വെച്ചാൽ, പിന്നെ അതുമല്ല നമ്മൾ കുറേ ആയിട്ട് ലോങ് വീഡിയോ ഇടാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷോർട്ട് വീഡിയോ മാത്രമേ ഇടാറുള്ളൂ. ഞാനിപ്പോൾ സൗദിയിലാണുള്ളത്. അപ്പോൾ നാട്ടിൽ ഉണ്ടാകുമ്പോഴാണ് എനിക്ക് പ്ലാന്റ്സിൻ്റെ വീഡിയോ ഒക്കെ ഇടാൻ പറ്റാറുള്ളത്. എങ്കിലും ഞാൻ ഉമ്മാനെ കൊണ്ട് പ്ലാന്റ്സിൻ്റെ ഒക്കെ വീഡിയോ എടുത്തുകൊണ്ട് അയച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഷോർട്ടായിട്ട് ഇടാറുണ്ട്, ലോങ് വീഡിയോ ഇടില്ല. അതുപോലെ തന്നെ സെയിലും കുറച്ചായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ കരുതി ഇനി മുതൽ വ്ളോഗായിട്ടും മറ്റ് വീഡിയോകളായിട്ടും ചാനലിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞു വ്ളോഗ് എടുത്തതാണ്, മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ചില ഭാഗങ്ങളൊക്കെ എടുത്തു. അപ്പോൾ പിന്നെ മാത്രമല്ല, ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ പ്രത്യേകിച്ച് വ്ളോഗായിട്ട് കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈവനിങ് ആണല്ലോ പരിപാടി ഫുള്ള്. അപ്പോൾ ഈവനിങ് തൊട്ട് നൈറ്റ് വരെയുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് തുറക്കാനുണ്ടാവും. ഞങ്ങളിവിടെ സൗദിയിൽ ജിദ്ദയിലാണുള്ളത്. അപ്പോൾ ഇക്ക ഇന്നും പുറത്ത് നിന്നാണ് തുറക്കാറുള്ളത്, നോമ്പ് തുറക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഇക്ക വീട്ടിൽ വരാമെന്ന് പറഞ്ഞു, റൂമിൽ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി അതും കൂടി ചെയ്തിട്ട് ഇക്കാൻ്റെ കൂടെ നൈറ്റ് പുറത്ത് പോകുന്നതും ഫുഡ് കഴിക്കുന്നതൊക്കെ കുറച്ച് ഉൾപ്പെടുത്തിയിട്ട് കുഞ്ഞു വ്ളോഗാക്കാമെന്ന്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യുകയാണ്. ചിക്കൻ കഴിക്കുന്നുണ്ട്, അപ്പോൾ വെളുത്തുള്ളി, വലിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എനിക്ക് മോളെയും കൊണ്ട് ഇതെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് എടുത്തിട്ടുള്ളൂ. ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്, കൂടെ ദോശയാണ്. മാത്രമല്ല പിന്നെ ഒരു സ്നാക്സായിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഫ്രൂട്ട്സ്, പിന്നെ നമ്മുടെ നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത്, പിന്നെ മുസമ്പിയോടെ ജ്യൂസ് കുടിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വോയിസ് ഓവർ പിന്നെ കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മൊബൈൽ ഒരു ഭാഗത്ത് പിടിപ്പിച്ച് പിന്നെ കട്ട് ചെയ്യുന്നതൊക്കെ എടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു പാനിൽ എടുത്തിട്ടുണ്ട്. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയണമാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഇനി പ്രത്യേകിച്ച് ഒരു കുക്കിംഗ് ആയിട്ട് പറയണമൊന്നുമില്ല, ജസ്റ്റ് വേഗം ഉടച്ചു വിടാണ്. അപ്പോൾ ഞാൻ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇടുന്നുണ്ട്. നമുക്കിവിടെ ചതച്ചിടാൻ വലിയ മിക്സിയാണ്, അപ്പോൾ അതിൽ ചതയില്ല. അറിയാലോ, റൂമിൽ ഇവിടെ ആവുന്നതുകൊണ്ട് കുറച്ച് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ നന്നായിട്ടത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടത് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളറിലാവാൻ നിൽക്കണില്ല, കുറച്ച് ഒന്നായിട്ട് അതിലേക്കൊന്ന് പാകമായ ശേഷം ഞാൻ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള കുനുകുനായി ചെറുതെടുത്തുകൊണ്ട് കുറച്ച് വലിയ രീതിയിലുണ്ട് സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് വലിയൊരു സവാളയായിരുന്നു കേട്ടോ. അപ്പോൾ സവാള എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇനി മുതൽ ഇൻഷാ അല്ലാ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടാനെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം നന്നായിട്ട് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ഇനിയും കൂടുതൽ സപ്പോർട്ടീവായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്ക് ഇടയ്ക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം തക്കാളിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് ഇടുമ്പോൾ മാത്രമേ നമുക്ക് ചാനൽ റീച്ച് ആവുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് നേരത്തെ ചേർത്തിരുന്നു. അതിൽ മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട്. മസാല ശരിക്കും കാണിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു വീഡിയോ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് ഉരുളങ്കിഴങ്ങും കൂടി ഞാൻ കുത്തിയിരുന്നുണ്ട്. നല്ലതായിട്ട് ആയ ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കനെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഞാനത് അടച്ചു വെക്കുകയാണ്. ഞാനിന്ന് സ്നാക്സിന് ഒരു കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള അപ്പുറത്തെ അടുപ്പിൽ ഗ്യാസിൻ്റെ അടുപ്പിൽ ഞാൻ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോ മറ്റേതൊന്നും എടുത്തിട്ടില്ല. കട്ട്ലറ്റ് ഞാൻ പിന്നെ എടുത്തത് പൊരിക്കുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ. കാരണം അതിനിടയ്ക്ക് മോള് ഭയങ്കര ബഹളം കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ വൈകുന്നേരം അറിയാലോ, തിരക്ക് പിടിച്ചാണ് ഉണ്ടാക്കുക. മോളെയും കൊണ്ട് തന്നെ ഞാൻ കട്ട്ലറ്റൊക്കെ പൊരിച്ചെടുത്തത് മോളെ എടുത്തുകൊണ്ടാണ്. അപ്പോൾ അവളെ എടുത്തുകൊണ്ട് ഫോണും പിടിച്ച് വീഡിയോ എടുക്കലും പൊരിച്ചെടുക്കലും എല്ലാവരും പ്രയാസമായി. അപ്പോൾ ഞാൻ വേഗം ഒന്ന് കാണിക്കുക എന്നുള്ള രീതിയിൽ പൊരിച്ചെടുക്കുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിലൊക്കെ ശരിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് കട്ട്ലറ്റാണ് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ പൊരിച്ചെടുക്കൽ. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഫുഡ് കഴിക്കണമെന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് കാരണം അതൊക്കെ എടുക്കാൻ ഒഴിവ് കിട്ടിയില്ല, ഭയങ്കര തിരക്കായിരുന്നു മുളകരച്ചിലൊക്കെ പാടെ. ഞാൻ കൂടി കൂടെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന ശേഷം പുറത്ത് ഔട്ടിങ്ങിന് പോവാണ്. വാതിലൊക്കെ ലോക്ക് ചെയ്ത് ഡ്യൂട്ടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വന്നാണല്ലോ ഏതായാലും, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാമെന്നുള്ള രീതിയിൽ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ
ജിദ്ദയിൽ അരാസാത്ത് എന്നുള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ റൂം വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ജിദ്ദയിൽ മെയിൻ ടൗണിലല്ല, കുറച്ച് ഉള്ളോട്ട് പോരണം. അപ്പോൾ അവിടുന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ മെയിൻ ടൗണിലേക്ക് പോവുകയാണ്. ഇക്കാക്ക് കുറച്ച് ഡ്യൂട്ടിയും കൂടി ബാക്കിയുണ്ട്. ഇക്കാക്ക് സെയിൽസാണ് കേട്ടോ ജോലി, കുട്ടികളെ ടോയ്സാണ്. അപ്പോൾ ഞങ്ങൾക്കും തന്നെ ഒപ്പം ഇനി കുറേ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾക്കും തന്നെ കുറച്ച് കറങ്ങാനും ഫുഡ് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ മോൾക്ക് നല്ല ഇഷ്ടമാണ്, മോളെല്ലാം ഹാപ്പിയിലാണ് ഇരിക്കുന്നത്. ഒക്കെ നല്ല ഇഷ്ടമാണ് രാത്രി പുറത്ത് പോകുക എന്നുള്ളത്. പിന്നെ ഇവിടെ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇക്ക വരുന്നതും കാത്ത് നിൽക്കാറാണ് കേട്ടോ അവൾ. അവൾക്ക് പുറത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുമല്ല, നൈറ്റ് പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ തന്നെ വേറൊരു വൈബാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊരു കടയിൽ വെച്ചിട്ട് അവൾക്കൊരു സ്വീറ്റ്സ് മിഠായി വാങ്ങി കൊടുത്തിട്ടുണ്ട്. അവൾ അങ്ങനെ കഴിക്കുന്നില്ല, അവൾക്ക് വാങ്ങി കൊടുക്കുള്ളൂ, കഴിക്കൽ ഫുള്ള് ഞാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കൽ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് മോൾ ഉറങ്ങിപ്പോയി. അവൾ പോകുമ്പോഴൊക്കെ നല്ല ഉഷാറായിരിക്കും. പിന്നെ അവൾ കുറച്ച് കഴിഞ്ഞാൽ അവൾ ഉറങ്ങും കേട്ടോ. അവൾക്ക് നല്ല ക്ഷീണം ഒക്കെ വരും. വണ്ടിയിൽ അവൾ അധികം ഉറങ്ങാറാണ്. പിന്നെ അവൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴാണ് ഉണരാറുള്ളത്. പിന്നെ എനിക്ക് ഒരു മെഡിസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മെഡിക്കൽ അവിടുത്തെ ഒരു ഫാർമസിയിലേക്ക് പോവുകയാണ്. അപ്പം ഇങ്ങനെ പുറത്ത് പോകുമ്പോഴാണ് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വാങ്ങുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇക്കാക്ക് അത് കിട്ടിയിട്ടില്ല, അവിടെ മെഡിസിൻ ഇല്ല. കാരണം അവിടെ ആ ബ്രാൻഡില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയൊരു മെഡിസിനായിരുന്നു. അപ്പോൾ അത് അവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വേറൊരു ഫാർമസിയിലേക്ക് പോവുകയാണ് കേട്ടോ. നമുക്കറിയാം ഇവിടുത്തെ ഫാർമസിയിലൊക്കെ നമ്മുടെ നാട്ടിലെ സെയിം മരുന്ന് കിട്ടണമെന്നില്ല, കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും അതിൻ്റെ അതേ ബ്രാൻഡൊന്നും കിട്ടത്തില്ല. എങ്കിലും സെയിം ആയിട്ടുള്ള അതേ ഒരു ഇതിന് പറ്റിയൊരു മരുന്ന് കിട്ടിയിട്ടുണ്ട് അവിടെ ചോദിക്കുകയാണ്. പിന്നെ അതുമല്ല ഇവിടെ അധിക പേരും അറബിയാണ് സംസാരിക്കുക. അപ്പോൾ നമ്മുടെ പറഞ്ഞത് മനസ്സിലാവണമെന്നില്ല, നമുക്ക് ക്ലിയർ ആയിട്ട്. ഇക്കാക്ക് പിന്നെ നന്നായിട്ട് അറിയാം, എനിക്ക് ഒന്നും അറിയത്തില്ല. ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് പിന്നെയും സംസാരിച്ച് നോക്കാം. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കടകൾ ഷോപ്സ് ഉണ്ട് കേട്ടോ, ജ്വല്ലേഴ്സും അതായിട്ടും ഒരുപാട് സിറ്റിയാണ്. അപ്പോൾ അവിടുന്ന് മെഡിസിൻ കിട്ടിയെന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഏതായാലും. അപ്പോൾ ഞാനത് കിട്ടത്തില്ല എന്ന് കരുതുന്നത്, കാരണം ഒരു കടയിൽ പോയപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞ് ഇക്ക കാണിക്കുന്നതാണ് വീഡിയോയിൽ. അപ്പോൾ ഇക്കാൻ്റെ ഡ്യൂട്ടിയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ലോങ് ഓടാനുണ്ട്. ഓടി കഴിഞ്ഞിട്ട് ഇനി ഒരു ഭക്ഷണം നമ്മൾ പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ കരുതി ഭക്ഷണം ഇവിടുന്ന് കഴിച്ചു പോകാമെന്ന് കരുതി. പിന്നെ കരുതി അത് ബുദ്ധിമുട്ടാണ്, കാരണം ഇനിയും ഒരുപാട് ലേറ്റ് ആവും റൂമിലെത്താൻ. അപ്പോൾ ഇക്ക പറഞ്ഞു, മോളാണ് ഉറങ്ങി ചെയ്തിരുന്ന ആ സമയത്ത്. അപ്പോൾ കാരണം നമുക്ക് ഫുഡ് വാങ്ങിയിട്ട് പോകാൻ മാത്രമല്ല, കുറച്ച് സാധനങ്ങളും കൂടി വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കറിയാം നൈറ്റ് പുറത്തിറങ്ങാൻ നല്ല ഭംഗിയാണ്. ഇവിടെ കാരണം കുറേ ലൈറ്റിങ് കുറേ ഷോപ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ ഞങ്ങൾക്ക് പറ്റിയൊരു ഹോട്ടൽ, ചില ഹോട്ടലൊക്കെ അടച്ചിട്ടുണ്ട്, കാരണം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോട്ടൽ കണ്ട് അവിടെ സൈഡാക്കിയിട്ട് അവിടെ എനിക്ക് ഇക്കാനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ ഫുഡിനോട് ഞാൻ അധികം കഴിച്ചു വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുത്തെ മന്തി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം മതി എന്ന് പറഞ്ഞു. സാധാ ചോറ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്ക അവിടെ പോയിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഇക്ക പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് ഇവിടുത്തെ നമുക്ക് ഓരോ നാട്ടിൽ വരുമ്പോൾ അവിടുത്തെ കൾച്ചറിൽ അവിടുത്തെ ഫുഡ് കഴിക്കണം എന്നാണല്ലോ. അപ്പോൾ അവിടെ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം മതി എന്ന് പറഞ്ഞ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. അപ്പോൾ അവിടുന്ന് അവിടെ ഷവായ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടാണ്. അപ്പോൾ വേറൊരു ഷോപ്പുണ്ട് അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് വാങ്ങാണ്. ഇക്ക മധുഹൂത്താണ് കേട്ടോ വാങ്ങിയത്. പിന്നെ എനിക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയൊരു ഷോപ്പിൽ കാണുമ്പോൾ ഇക്ക നിർത്തിയിട്ട് ഇക്ക പോയി വാങ്ങാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നേരെ റൂമിലോട്ട് പോകാനാണ്. അപ്പം ഇനി റൂമിലോട്ട് തന്നെ കുറേ ഡ്രൈവ് ചെയ്യാണ്ട്. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഉറക്കം വരുന്നുണ്ട്. മോള് ഇപ്പോൾ ഒന്ന് ഇരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ കുറക്കണം. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി. മോളെ ഉറക്കി ഞാൻ ആദ്യം പോയിട്ട് ഒക്കെ ഫുഡ് എടുത്ത് അവൾ ഉറക്കി, എന്നാലേ ഞങ്ങൾക്കൊന്ന് ഫുഡ് കഴിക്കാൻ ഇരിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പ്രയറും ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡിന് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫുഡ് കഴിക്കലൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഫുഡൊന്ന് കാണിച്ചു തരാം. മധുഹൂത്തായിരുന്നു ഫുഡ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ മട്ടരിയിലാണ് കേട്ടോ മധുഹൂത്ത്. ഞാൻ സാധാരണ നാട്ടിൽ നിന്ന് കഴിച്ചതിനേക്കാൾ ഡിഫറെൻ്റ് ഒരു ടേസ്റ്റ് ആയിരുന്നു. സാധാരണ നാട്ടിൽ നിന്ന് കഴിച്ചതൊക്കെ ബസ്മതി റൈസ് ആയിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു ഇവിടെ അങ്ങനത്തെ കിട്ടും, പക്ഷേ ഇതാണ് ഇതിൻ്റെ ഇവിടുത്തെ ഒറിജിനൽ എന്നൊക്കെ പറഞ്ഞു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാത്രമല്ല വേറെ ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വൈറ്റ് കളറിൽ കാണുന്നൊരു സോസില്ല, ഞാനത് മയോണൈസാണ് കരുതി, പക്ഷേ അതല്ലാതെ എന്താ വേറെ പേരെന്തോ ഒക്കെ പറഞ്ഞു, ഞാൻ ഓർക്കണില്ല. ഒരു കയ്പ്പ് ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ അതിന്. എന്നാലും ഫുഡ് ചോറ് നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിക്കനും തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ചിക്കൻ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. നമ്മുടെ വ്ളോഗ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.